നമസ്തേ. കൃഷ്ണൻ മന്ദേ സംഘടിപ്പിക്കുന്ന ശ്രീനിവാസൻ പന്തലിങ്കൽ നയിക്കുന്ന ശ്രീ ലളിത സഹസ്രനാമാവലിയുടെ ഓരോ നാമങ്ങളുടെയും അർത്ഥം വിശദമാക്കി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ക്ലാസ്സാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കളെയും സ്വാഗതം ചെയ്യുന്നതിനൊപ്പം ക്ലാസ് നയിക്കുന്നതിന് നമ്മുടെ പ്രിയ സുഹൃത്ത് ശ്രീ ശ്രീനിവാസൻ പന്തലിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷെ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ന് കാണുകയാണ്. വന്ദന ശ്ലോകങ്ങൾ ചൊല്ലി തുടങ്ങാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം വെള്ളപ്പളും കുതിരമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്ന് വിളയാടുക സരസ്വതീ നീ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ശ്രീമാത്രേ നമഃ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെ കർക്കിടക മാസം ആരംഭിച്ച് ഇതാദ്യത്തെ നമ്മളുടെ കൂടിച്ചേരലാണ്, ആദ്യത്തെ ക്ലാസ്സാണ്. 12ാമത്തെ സഹസ്രനാമ സബരിയിലെ ലളിതാ സഹസ്രനാമ സബരിയിലെ 12ാമത്തെ ക്ലാസ്സാണിന്ന്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ആസ് യൂഷ്വൽ എന്തിനാണ് സത്സംഗം എന്നുള്ള ഒരു ചെറിയ സൂചന നമ്മൾക്ക് ഇവിടെ കാണാം. നമ്മൾക്ക് രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. അപ്പോൾ രാമായണത്തിലെ ഹനുമാൻ ലങ്കയിലേക്ക് കുതിക്കുന്ന സമയത്ത് ഒരുപാട് മാർഗവിഘ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്, അല്ലേ? ആദ്യം വരുന്നത് ബന്ധുവിഘ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനാകമാണ് വരുന്നത്. എങ്ങനെയാണ് ബന്ധുവാകുന്നത്? പണ്ട് കാലത്ത് പർവ്വതങ്ങൾക്കൊക്കെ ചിറകുണ്ടായിരുന്നു അത്രേ. അപ്പോ യഥേഷ്ടം പറക്കാമായിരുന്നു പർവ്വതങ്ങൾക്ക്. അങ്ങനെ പറന്ന് മതിയാവുമ്പോ ഈ പർവ്വതങ്ങളൊക്കെ എവിടെയെങ്കിലും പോയി ഇരിക്കും. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജനപഥങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ സസ്യലതാദികളും വന്യമൃഗങ്ങളും എല്ലാം നശിച്ചു പോകും. ഇങ്ങനെ ഇത് സഹിക്കാൻ പറ്റാതെ ബ്രഹ്മാവിനോട് എല്ലാവരും കൂടി പറയുമ്പോൾ ഇന്ദ്രനെ ജോലി ഏൽപ്പിക്കുകയാണ്. ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ വജ്രായുധം എടുത്തിട്ട് ഈ പർവ്വതത്തിന്റെ ചിറകുകൾ, എല്ലാ പർവ്വതങ്ങളുടെയും ചിറകുകളെ വെട്ടിമുറിക്കും. അപ്പൊ ഹിമാലയത്തിന്റെ പുത്രനാണ് മൈനാകം. കനകമയനാകിയ മൈനാകവും എന്നുള്ള വരി ഓർക്കുക. അപ്പോ ഈ മൈനാകം തന്റെ ചിറക് ഒടിച്ചിട്ട് വരുണനോട് അഭ്യർത്ഥിക്കുകയാണ്, കടലിൽ എന്നെ താഴ്ത്തി ഒളിച്ചിരിക്കാൻ സമ്മതിക്കണമെന്ന്. അപ്പൊ തിരകൾ അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ വായു വന്ന് തിരകളെല്ലാം ഒതുക്കും. അങ്ങനെ തിരകൾ ഒതുക്കിയപ്പോ മൈനാകം താഴ്ന്നു ഇരിക്കുകയാണ്, ഒളിച്ചിരിക്കുകയാണ്. എവിടെയാ? സമുദ്രത്തിന്റെ അടിത്തട്ടില്. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് മൈനാകത്തിന്റെ മാത്രം ചിറകുകളെ വെട്ടിയില്ല. അപ്പോ ഈ ഹനുമാൻ ഇങ്ങനെ പോകുമ്പോ മൈനാകത്തിന് പണ്ട് വായു ഭഗവാൻ എന്നെ ഇങ്ങനെ എൻ്റെ ചിറകുകൾ നഷ്ടപ്പെടുത്താതെ എന്നെ സമുദ്രത്തിനടിയിൽ ഒളിപ്പിച്ചു വെക്കാൻ സഹായിച്ചതാണല്ലോ. അതുകൊണ്ട് ഈ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ക്ഷീണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എന്നിൽ വിശ്രമിച്ച് അത്യാവശ്യത്തിനുള്ള ജലവും ഫലമൂലങ്ങളും ഒക്കെ കഴിച്ചിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞ് മൈനാകം വരികയാണ്. അപ്പൊ ഇതാരാണ്? ബന്ധുവാണ്. സത്സംഗത്തിനുള്ള തടസ്സങ്ങൾ ആദ്യം ബന്ധുക്കളായിരിക്കും. ബന്ധു മാർഗവിഘ്നം നടത്തുകയാണ്, ബന്ധുവിഘ്നമാണത്. ഇനി മൂന്നാമത്തേലേക്ക് പോവാം. രണ്ടാമത്തെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. മൂന്നാമത്തെ വിഘ്നം ആരാണ്? നിഴല് പിടിച്ച് നിർത്തിക്കൊല്ലുന്ന നീചയാം സിംഹിക. നിഴലാണ്, സ്വന്തം മനസ്സാണ്. അപ്പോ ഈ മനസ്സിനെ അതിജീവിക്കണമെങ്കിൽ
ഇച്ഛാശക്തി വേണം. വളരെ ശക്തമായ ഇച്ഛാശക്തി ഉണ്ടെങ്കിലാണ് ഈ തടസ്സങ്ങളെയൊക്കെ നിർത്തിയിട്ട് നമ്മൾക്ക് ആത്മജ്ഞാനത്തിനോ അല്ലെങ്കിൽ ഈ ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ മനസ്സിനെ വളരെ ശക്തമാക്കണം. അപ്പൊ അത് ബന്ധുവായിരിക്കുന്ന ശത്രുവാണെങ്കിലും വേണ്ടില്ല, സ്വന്തം മനസ്സാണെങ്കിലും വേണ്ടില്ല. അതിനെ നിങ്ങൾ നിർദ്ദയം കൊല്ലണം. നിഴൽ പിടിച്ചു നിർത്തിക്കൊല്ലുന്ന നീചയാം സിംഹികയെ കൊന്ന അനന്തരം എന്നാണ് പറയുന്നത്. എന്നിട്ട് വീണ്ടും കുതിക്കുകയാണ്. അപ്പോ ഇതിനാണ് ഇച്ഛാശക്തി അല്ലെങ്കിൽ വിൽ പവർ എന്ന് പറയുന്നത്. അതിനെ പൗരുഷം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതിന്റെ അർത്ഥം. നമ്മൾ അടങ്ങിയിരിക്കുന്ന ആ ശക്തിയുടെ അതിന്റെ ആ വിൽ പവറിനാണ്, അല്ലെങ്കിൽ നമ്മുടെ കുണ്ടലിനി ശക്തി എന്ന് തന്നെ പറയാം. പ്രാണന്റെ ആ ശക്തി, അതാണ് വിൽ പവറായി വരുന്നത്. ആ വിൽ പവർ ധാരാളം വേണം. അപ്പോ ഒരു പശുവിനെ നമ്മൾ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ പശുവിനെ സഞ്ചരിക്കാൻ പറ്റുന്നതും ഭക്ഷിക്കാൻ പറ്റുന്നതുമായ മാർഗം എത്ര മുളമാണോ ആ പശുവിന്റെ ആ കയറ്, അത്രേ പോകാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോ ഇവിടെ പക്ഷെ അത് മുഴുവൻ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. ആ എത്ര മുഴം നമ്മൾക്ക് ദൈവം തന്നിട്ടുണ്ടോ അതിനെ ഒട്ടും വേസ്റ്റ് ചെയ്യാതെ, അതിനെ ഉപയോഗശൂന്യമാക്കാതെ നമ്മൾ അതിനെ ഉപയോഗിക്കണം. ഇനി അങ്ങനെ ഉപയോഗിച്ച് നമ്മളുടെ ആ പൊട്ടൻസി കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? കാറിലെ പെട്രോളോ ഡീസലോ കുറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ പമ്പിൽ പോവും, വീണ്ടും അടിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും എനർജി കിട്ടും. അതാണ് സത്സംഗം. അങ്ങനെ സത്സംഗത്തിലൂടെ ധ്യാനത്തിലൂടെയും വീണ്ടും നമ്മളെ എനർജൈസ് ചെയ്യണം. നമ്മൾ ഇതൊരു പ്രോസസ്സാണ്. അതാണ് ഹനുമാൻ ഇവിടെ ചെയ്തത്. അതേപോലെ തന്നെ ഹനുമാൻ പിന്നെ ആരാ വന്നത്? സുരസ. ഹനുമാൻ 20 യോജന വായു പിളർന്നാൽ സുരസ 40 യോജന വായു പിളരും. അങ്ങനെ 50 യോജന പിളർന്നാൽ 100 യോജന പിളരും. അപ്പോ കോമ്പറ്റീഷൻ ഇല്ല. അപ്പൊ എന്തു പറ്റി? എന്തായാലും നമ്മുടെ നിയതിയാണത്, നമ്മുടെ വിധിയാണ്, നമ്മുടെ ലിമിറ്റേഷനാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് സറണ്ടർ ചെയ്തിട്ട് അതിനെ നമസ്കരിക്കണം. ഒരിക്കലും തളരരുത്. അപ്പൊ എന്താണ്? കൃഷഗാത്രനായിട്ട് എന്ത് ചെയ്തു? സുരസയുടെ വായില് ഉൾപ്പെട്ടിട്ട് വേഗം പറഞ്ഞു, അമ്മേ നമസ്കാരം, എനിക്ക് മുന്നിലോട്ട് പോണം, വഴി തരൂ. ഇതാണ് പറഞ്ഞത്. അപ്പോ ഹനുമാനാണെങ്കിലും ഇച്ഛാശക്തി വേണം, നമ്മൾക്കാണെങ്കിലും വേണം. സത്സംഗ മാർഗത്തിലൂടെയുള്ള ഈ പ്രയാണം എപ്പോഴും എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാവും. അതിനെ നമ്മൾ മുന്നോട്ട് പോകണം, അതെല്ലാം നീക്കിയിട്ട്. 1. 2, നമ്മളുടെ ലിമിറ്റേഷൻ അറിഞ്ഞ് നമ്മൾ അതിനെ കൂടെ കൂട്ടി മുന്നിലേക്ക് പോകണം. കാരണം ലിമിറ്റേഷൻ അറിയാതിരുന്നു കഴിഞ്ഞാൽ, കുറച്ച് നമ്മൾ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, എന്താണ് എനിക്ക് ദിവ്യത്വം വരാത്തത്, എന്താണ് എനിക്ക് ആത്മജ്ഞാനം വരാത്തത്, അല്ലെങ്കിൽ വന്നു എന്നുള്ള ഭാവം ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്നുമില്ല. നമ്മൾ എല്ലാ പ്രാരാബ്ധ കർമ്മങ്ങളുള്ള പ്രാണിയായ മനുഷ്യനാണ് എന്ന് ഓർത്തിട്ട് തെറ്റുകൾ വരാം. അതിലൊന്നും ഭയക്കാതെ തൻ്റെ ആ ഇച്ഛാശക്തിയെ കൂട്ടിയിട്ട് ഈ കുണ്ടലിനിയെ അല്ലെങ്കിൽ ഈ പ്രാണനെ മുന്നിലോട്ട് നയിക്കാനുള്ള ആ പ്രയാണത്തില് നമ്മൾ ഒരിക്കലും പിറകോട്ട് പോകരുത് എന്നാണ് ഇവിടെ പറയാനുള്ളത്. ഇതേ പ്രിൻസിപ്പിൾ നമ്മൾക്ക് ഇനി വരുന്ന ശ്ലോകങ്ങളിലും വരും. അപ്പോ ഇന്ന് നമുക്ക് 12ാമത്തെ ക്ലാസ് ആരംഭിക്കാം. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം 28ാമത്തെ ശ്ലോകമാണ് കണ്ടത്. ഭണ്ഡസൈന്യവദോദ്യുക്ത ശക്തിവിക്രമഹർഷിത നിത്യാപരാക്രമാടോപനിരീക്ഷണ സമുത്സുക. അപ്പോ ഭണ്ഡസൈന്യവദോദ്യുക്ത ശക്തിവിക്രമഹർഷിത, ഇതിന്റെ അർത്ഥം നമ്മൾ കണ്ടു. ശക്തിസേനയാണ് ദേവിയുടെ. ഭണ്ഡാസുരൻ തന്റെ ശക്തി ഉപയോഗിച്ചിട്ട് കോടിക്കണക്കിന് സൈന്യങ്ങളെ ഉണ്ടാക്കിയപ്പോൾ ദേവി തന്റെ ശക്തി ഉപയോഗിച്ച് ശക്തിസേനയെ ഉണ്ടാക്കി. ആ ശക്തിസേനയിൽ ആരൊക്കെയാണ് നമ്മൾ കണ്ടത്? നമ്മള് സമ്പത്കരി ദേവിയെ കണ്ടു. സമ്പത്കരി സമാരൂഢ സിന്ദൂര വ്രജസേവിത, ആനക്കൂട്ടത്തിനെ നയിച്ചുകൊണ്ടുവരുന്ന സമ്പത്കരി ദേവിയെ കണ്ടു. അശ്വാരൂഢ ദേവിയെ കണ്ടു. നമ്മള് അശ്വങ്ങളെ നയിച്ചു വരുന്നു. അതുപോലെ തന്നെ മന്ത്രിണിയെ കണ്ടു. മന്ത്രിണി ദേവിയുടെ ശ്യാമളാ ദേവിയാണ്, അല്ലെങ്കിൽ മാതങ്കി ദേവിയാണ്. മന്ത്രം എല്ലാവിധ അഡ്വൈസും ദേവിക്ക് കൊടുക്കുന്ന ദേവിയാണ്. ആര്? മന്ത്രിണി ദേവി, പ്രധാനമന്ത്രി എന്ന് പറയാം. അത് കഴിഞ്ഞാൽ ദണ്ഡനാഥ എന്ന് പറഞ്ഞാൽ ദണ്ഡം കയ്യിൽ പിടിച്ചിട്ട് ദണ്ഡിക്കാൻ വരുന്നവളാണ്. ദണ്ഡനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ എന്താ പറയാ, നമ്മുടെ യമദേവൻ തന്നെ, യമധർമ്മൻ തന്നെയാണ്, കാലമാണ്.
അപ്പോ പിറകോട്ട് നടക്കാൻ പറ്റില്ല, മുന്നിലേക്ക് മാത്രമേ പോവുള്ളൂ. അപ്പോ ദണ്ഡനാഥയെ കണ്ടു നമ്മള്. അത് കഴിഞ്ഞ് ജ്വാലാമാലിനികാക്ഷിപ്ത വന്യപ്രാകാര മധ്യക, ഈ ശ്ലോകങ്ങളൊക്കെ ഓർത്തോളൂ. അങ്ങനെ ജ്വാലാമാലിനിയെ കണ്ടു നമ്മള്. അതൊരു നിത്യയാണ്, 14ാമത്തെ നിത്യയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പിന്നെ പറയാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ശ്ലോകം വരുമ്പോ അതും നമുക്ക് പറയാം. അപ്പോ ഭണ്ഡസൈന്യവധോദ്യുക്ത ശക്തി വിക്രമ ഹർഷിത. അപ്പൊ ഈ ശബ്ദമാണ് ഹർഷിത എന്നുള്ള ശബ്ദം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇവിടെ. ഭണ്ഡാസുരന്റെ സൈന്യത്തെ വധിക്കാൻ അങ്ങനെ ഉദ്യുക്തയായി നിൽക്കുന്ന തന്റെ ശക്തി സൈന്യത്തെ, അല്ലെങ്കിൽ ശക്തി സൈന്യത്തിന്റെ പ്രധാന സേനാനായകരെയൊക്കെ കണ്ടിട്ട് ദേവി എന്താണ് ഉണ്ടാവുന്നത്? ഹർഷിത, അങ്ങനെ വളരെ സന്തോഷവതിയാകുകയാണ്, ഹർഷോന്മാദിനിയാകുകയാണ്. അപ്പൊ ഇവിടെ യുദ്ധത്തിനാണ് ദേവി പുറപ്പെട്ടിരിക്കുന്നത്. എന്നിട്ടും ദേവിക്ക് ഹർഷമാണ്. അപ്പോൾ എന്ത് പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടായാലും നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല എന്നുള്ള സൂചന കൂടിയാണ് ഇവിടെ ഈ ശ്ലോകത്തിലൂടെ തരുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. നിത്യാപരാക്രമാടോപ നിരീക്ഷണ സമുത്സുക. നിത്യാപരാക്രമാടോപ നിരീക്ഷണ സമുത്സുക. ഇവിടെ ദേവി എന്താ ചെയ്യണേ? എന്തോ നിരീക്ഷിച്ചിട്ട് ഉത്സുകയായിട്ട് നിരീക്ഷിക്കുകയാണ്. വളരെ കുതൂഹലത്തോടു കൂടി, കൗതുകത്തോടു കൂടി, സന്തോഷത്തോടു കൂടി എന്താണ് ദേവി നിരീക്ഷിക്കുന്നത്? നിത്യാദേവികളുടെ പരാക്രമം കണ്ടിട്ട്. ആരാണ് നിത്യാദേവികള്? ദേവി ജഗദംബ ഈ ത്രികാല, ഈ എന്താ പറയാ, നമ്മളുടെ ത്രിപുരസുന്ദരിയായിട്ടുള്ള ഈ ബ്രഹ്മാണ്ടത്തിന്റെ തന്നെ നായികയായിട്ടുള്ള ദേവി കാലങ്ങൾക്ക് അതീതയാണ്. കാലം എന്നുള്ളത് ദേവിക്കില്ല. നമുക്കൊക്കെ സമയവും കാലവും ഉള്ളത് കൊണ്ട് ദേവിക്ക് കാലമില്ല. അപ്പോ ആകമുള്ളത് ചന്ദ്രനെ ആസ്പദിച്ചുകൊണ്ടുള്ള തിഥികളും അതുപോലെ തന്നെ രാവും പകലും സൂര്യനെ ആസ്പദിച്ചുകൊണ്ടുള്ള, ഇതാണ് കാലം. ബാക്കി നമ്മൾ ഉണ്ടാക്കിയ കലണ്ടറുകൾക്കൊന്നും അടിസ്ഥാനമില്ല. അപ്പോ ഈ തിഥികളാണ് 15 തിഥികളാണ് വരുന്നത്. വെളുത്ത വാവിനും കറുത്ത വാവിനും ഇടയ്ക്ക് 15 തിഥികളാണ്. ആ 15 തിഥികളിൽ നിത്യ എന്ന പേരിലാണ്, നിത്യാദേവി എന്ന പേരില് ദേവിയുടെ അവതാരങ്ങളുണ്ട്, നിത്യാദേവികൾ. നിത്യം എന്ന് പറഞ്ഞാൽ എന്നുമുള്ളത്, അനിത്യമല്ലാത്തത്. അപ്പൊ ദേവി കാലത്തിന് അതീതയാണ് ഇവിടെ. അങ്ങനെയുള്ള ദേവിയുടെ അംശങ്ങളായിട്ടുള്ള 15 നിത്യാദേവികളെ കണ്ടിട്ട്, അവരുടെ പരാക്രമം കണ്ട്, ഭണ്ഡനോട് യുദ്ധം ചെയ്യാനുള്ള പരാക്രമം കണ്ട് കാല സൈന്യങ്ങളെ മുഴുവൻ നിരത്തുകയാണ് ഭണ്ഡൻ. അപ്പൊ അതിനെ ദേവിയും ദേവിയുടെ നിത്യ എന്ന് പറയുന്ന ആ നിത്യസ്വരൂപിണികളെ കൊണ്ട് ദേവി അവരെ എതിരിടുകയാണ്. ആ പരാക്രമം കണ്ട് ദേവി സമുത്സുകയായിരിക്കുന്ന ആ ദേവിക്ക് നമസ്കാരം. ഈ ഓരോ നാമങ്ങളും ദേവിയെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ. അപ്പൊ ഏതൊക്കെയാണ് നിത്യകൾ എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ 15 നിത്യകള് ഓരോന്ന് നമ്മൾ തുടങ്ങുന്നത്, ഇപ്പൊ നമ്മൾ ഓരോ അതിഥിക്ക് അനുസരിച്ച് പ്രഥമ, ദ്വിതീയ, തൃതീയ എന്ന് പറഞ്ഞ പോലെ കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, ഇതൊക്കെ നിത്യക്ലിനയുടെ ഒക്കെ പേര് വരും വീണ്ടും. അത് കഴിഞ്ഞാൽ മേരുദണ്ഡ, വന്യവാഹിനി, പിന്നെ മഹാവിദ്യേശ്വരി, പിന്നെ ശിവദൂതി, ഈ പേരും വരുന്നുണ്ട്. ത്വരിത, അതുപോലെ തന്നെ കുലസുന്ദരി, പിന്നെ നിത്യ, അതുപോലെ തന്നെ നീലപതാക, 12ാമത്തത് വിജയ, 13ാമത്തത് സർവമംഗള, 14ാമത്താണ് ജ്വാലാമാലിനി, നമ്മൾ കണ്ടു ജ്വാലാമാലിനിയെ. അത് 15ാമത്തെയാണ് ചിത്ര. ഇങ്ങനെ 15 തിഥികളുടെ ദേവതകള് ഇങ്ങനെ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ അവരുടെ പരാക്രമാടോപം എന്ന് പറഞ്ഞാൽ വിശേഷണയുള്ള പരാക്രമത്തിനെയാണ് ആടോപം എന്ന് പറയുന്നത്. അപ്പോ അത് കണ്ട് ദേവി വളരെ സന്തോഷഭരിതയായിട്ട് ഉത്സുകയായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെങ്കിൽ, രാത്രി യുദ്ധത്തിലാണ് ഭണ്ഡാസുരന്റെ സൈന്യം നിപുണര്. അപ്പൊ അവരെന്ത് ചെയ്തു? രാത്രി യുദ്ധത്തില് ഇവര് വളരെ ഘോരമായ യുദ്ധം അഴിച്ചുവിടുകയാണ്. ആ സമയത്ത് രാജരഥത്തിലാണ് ദേവി ഉള്ളത്. അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ നിത്യകള്, അവർക്ക് കാലഭേദമില്ല, സമയവുമില്ല, നിത്യകള് എല്ലാവരും കൂടി ആ സൈന്യത്തെ തോൽപ്പിച്ചോടിക്കുന്നതാണ്. അപ്പോ എറ്റേണൽ ടൈമാണ് ഇവിടെ നിത്യ എന്ന് പറയുന്നത്. നിത്യ പരാക്രമാടോപ നിരീക്ഷണ സമുത്സുക. നമുക്ക് 29ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ഭണ്ഡപുത്രവധോദ്യുക്ത ബാലാവിക്രമനന്ദിത മന്ത്രിണ്യംബാ വിരചിത വിശങ്കവദോഷിത. ഭണ്ഡപുത്രവധോദ്യുക്ത ബാലാവിക്രമനന്ദിത.
അതാണ് ഒറ്റ നാമമാണ്. 74-ാമത്തെ നാമമാണത് ഈ 29-ാമത്തെ ശ്ലോകത്തിലെ. രണ്ടാമത്തെ നാമമാണ് മന്ത്രിണ്യംബാ വിരചിത വിഷംഗവദോഷിത. അവിടെ നമുക്ക് കാണാം, എവിടെയാണ് വിക്രമം കണ്ട് നന്ദിതയായി നിൽക്കുന്ന ദേവിയാണ് അവിടെ. നോക്കൂ, എല്ലായിടത്തും ദേവി ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ യുദ്ധത്തിൽ പോലും ദേവിയെ ആഹ്ലാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ യുദ്ധം നടക്കുന്നതെന്ന് പോലും നമ്മൾക്ക് സംശയം തോന്നിപ്പോകും. അങ്ങനത്തെ അവസ്ഥയാണ് ഇവിടെ. അപ്പോ ബാലാദേവി, ഇവിടെ ബാലയുടെ വിക്രമം കണ്ട് നന്ദിതയാണ്. ആരാണ് ബാല? ദേവിയുടെ തന്നെ 9 വയസ്സുള്ള പുത്രിയാണ് ബാല. അപ്പോ ബാലാ പരമേശ്വരിയാണ് ഈ ദേവി. ബാലാ ത്രിപുര സുന്ദരി എന്ന് പറഞ്ഞിട്ടാണ് അവരെ ആരാധിക്കുന്നത്. അപ്പൊ ഈ ബാല എന്ന് പറയുന്ന ഈ പുത്രി ദേവിയോട് പറയാണ്, അമ്മേ, എനിക്ക് വണ്ടന്റെ പുത്രന്മാരെ ഇറക്കി. വണ്ടന് 30 പുത്രന്മാരാണ്. പരാക്രമികളായിട്ടുള്ള 30 പുത്രന്മാർ വന്നപ്പോൾ ദേവിയുടെ പുത്രിയായ ബാല പറയാണ്, അമ്മേ, എനിക്ക് ഇവരോട് യുദ്ധം ചെയ്ത് ഇവരെ വധിക്കണമെന്ന്. അപ്പോ അങ്ങനെ പറഞ്ഞപ്പോ ദേവി ഉടനെ അതിന് സമ്മതം കൊടുത്തിട്ട് ഒരു രഥം കൊടുക്കുകയാണ്. ആർക്ക്? ബാലയ്ക്ക്. അങ്ങനെ ബാല എന്ന് പറയുന്ന ദേവിയുടെ തന്നെ സ്വരൂപമായിട്ടുള്ള, ബാലസ്വരൂപമായിട്ടുള്ള ഈ ബാലാ ത്രിപുര സുന്ദരി ഭണ്ഡപുത്രന്മാരായ 30 പേരെ അവരെ വധിക്കാൻ ഉദ്യുക്തയാണ്. ഉദ്യുക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉത്സുകയായിട്ടുള്ള ആ ബാലയെ കണ്ട് ദേവിക്ക് എന്താണ് ഉണ്ടാവുന്നത്? ആ വിക്രമത്തെ കണ്ട്, ബാലയുടെ വിക്രമം കണ്ട് നന്ദിതയായിരിക്കുകയാണ്. ആര്? ഇവിടെ പരമേശ്വരി. അപ്പോ ഭണ്ഡപുത്രവധോദ്യുക്ത ബാലാ വിക്രമ നന്ദിത. അപ്പൊ ഈ ബാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും? ഇത് നമ്മൾക്കറിയാം, ദേവിയുടെ തന്നെ ഈ ദേവി എന്ന് പറഞ്ഞ ശ്രീവിദ്യാ മന്ത്രം തന്നെയാണ് ദേവി. ആ പഞ്ചദശാക്ഷരി മന്ത്രമാണ് ദേവി. ഇവിടെ അതിന്റെ ചെറിയ രൂപമാണ്. 9 വയസ്സ് എന്ന് പറഞ്ഞാൽ 9 ത്രികോണങ്ങളുള്ള ഒരു രൂപത്തിൽ 3 അക്ഷരങ്ങൾ, ഒരു ബീജാക്ഷരവും 3 ബീജാക്ഷരവുമായിട്ടുള്ള, നമ്മൾ ശ്രീവിദ്യാ മന്ത്രത്തിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം കിട്ടുന്ന മന്ത്രോപദേശമാണ് ബാലാമന്ത്രം, ഈ ബാലാദേവിയുടെ മന്ത്രം. അപ്പോ ഇവിടെ ഭണ്ഡപുത്രന്മാരാരാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഭണ്ഡൻ എന്ന് പറഞ്ഞാൽ തന്നെ ആരാണ്? ഭണ്ഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള വാസനാമലങ്ങളാണ് ഭണ്ഡൻ. ശരിക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മള് ബ്രഹ്മാണ്ടത്തെ വിട്ട് നമ്മൾ പിണ്ടാണ്ടത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ അകത്ത് തന്നെയുള്ള വാസനാമലങ്ങളാണ് ഈ ഭണ്ഡൻ. അപ്പോ ആ ഭണ്ഡനെ ഉള്ള പുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ മലങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പാപങ്ങൾ ഉണ്ടാവുന്നത്? ആണവമലം. ഇപ്പോ ഈ ബ്രഹ്മാണ്ഡ സ്വരൂപിണിയായിരിക്കുന്ന ദേവി അല്ലെങ്കിൽ ഈശ്വരൻ, ആ ഈശ്വരന്റെ ചൈതന്യമാണ് ഈ പിണ്ടാണ്ടത്തിൽ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നത്. അപ്പോ ആ ബൃഹത്തായിരിക്കുന്ന ആ വിശ്വരൂപം ചുരുങ്ങിയിട്ട് ഒരു ജഡം ആയിട്ടുള്ള ശരീരത്തിൽ പ്രവേശിക്കുകയാണ്. ജഡം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഇത്. അപ്പോ ജഡമായിട്ടുള്ള ഈ ശരീരത്തിന് ജീവൻ നൽകുന്നത് ആരാണ്? ആ വിശ്വരൂപിയായിട്ടുള്ള ആ ചൈതന്യം. അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾക്ക് ആ ചൈതന്യമില്ലെങ്കിൽ ജീവനില്ല. അങ്ങനെ ആ ജീവൻ കിട്ടുന്നതാണ് നമുക്ക്. അപ്പോ ഇത് ഒരു അണുവായി മാറുകയാണ്. ബൃഹത്തായിട്ടുള്ള ബ്രഹ്മാണ്ഡ സ്വരൂപമായിട്ടുള്ള ആ തേജസ് ഒരു അണുവായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ ആ പരിമിതികളെ, അത് ആശ്രയിക്കുന്ന ആ ശരീരത്തിന്റെ എല്ലാ പ്രാരാബ്ദങ്ങളും അതിനെ ബന്ധിക്കും, ആ ശക്തിയെ അല്ലെങ്കിൽ ആ പ്രാണനെ. അങ്ങനെ വരുന്നതാണ് എന്ത് പറയുന്നത്? ആണവമലം എന്ന് പറയുന്നത്. അപ്പോ വിശാലമായിട്ടുള്ള ഈശ്വര സ്വരൂപം ഇങ്ങനെ ചെറിയതായ ഒരു പ്രാണനായി നമ്മുടെ ജഡശരീരത്തിന് പ്രാണൻ തരുമ്പോൾ നമ്മുടെ വാസനാബലങ്ങളിലും അല്ലെങ്കിൽ എത്രയോ ജന്മജന്മാന്തരങ്ങളായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രാരാബ്ദങ്ങളിലും ബന്ധിക്കപ്പെടുന്ന ആ ജീവാത്മാവ്, അതിൻ്റെ ആ ലിമിറ്റേഷനാണ് എന്ത്? ആണവമലം എന്ന് പറയുന്നത്. അപ്പോൾ വലുതായിരിക്കുന്ന ആ സാധനം ചെറുതായി ചുരുങ്ങി നമ്മളിലേക്ക് വരുമ്പോൾ, ഇനിയോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ആ പ്രാണനിലൂടെ നമ്മൾ ഈ വിശ്വത്തെ കാണുന്നു. അപ്പോൾ വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ആദ്യം വിശാലമായി ദർശിക്കാവുന്ന ആ പ്രാണന് പിന്നെ നമ്മളിലൂടെ കാണാൻ പറ്റുന്ന എത്രയാണ്? നമ്മളുടെ കാഴ്ചശക്തി. ഒരു പ്രാണിയാണെങ്കിൽ ആ പ്രാണിയുടെ കാഴ്ചശക്തി, ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ കാഴ്ചശക്തി, അന്ധനായ ഒരു ശരീരമാണെങ്കിൽ ആ അന്ധമായിട്ടുള്ള ആളുടെ കപ്പാസിറ്റി അവിടെ ലിമിറ്റായി പോവുകയാണ്. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അതിലും കൂടുതൽ നമ്മുടെ മനസ്സ് ഇങ്ങനെ പാറി പറന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് മായ. മായയിൽ നമ്മൾ
എന്താണെന്ന് അറിയാത്ത കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ മായയിൽ കുടുങ്ങിപ്പോകുന്നു. അതാണ് മായിക മലം എന്ന് പറയുന്നത്. 3 തരത്തിലാണ് മലങ്ങളുള്ളത്. ഒന്ന് ആണവമലം, 2 മായിക മലം, മൂന്നാമത്തതാണ് കാർമിക മലം. പിന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളാണ്. ആ കർമ്മേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഈ കിട്ടിയിരിക്കുന്ന നമ്മുടെ ശക്തിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ കർമ്മം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വരുന്ന മലങ്ങളാണ് നമ്മുടെ കാർമിക മലം. ഇങ്ങനെ 3 തരത്തിലുള്ള മലങ്ങളാണ് നമ്മുടെ പ്രാണനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. ആ 3 മലങ്ങൾ എന്തിലൂടെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? 2 തരത്തിലുള്ള, ഒന്ന് നമ്മളുടെ ഇന്ദ്രിയങ്ങള്, അതെന്താണ് നമ്മളുടെ ഈ 5 ഇന്ദ്രിയങ്ങള്, അതുപോലെ തന്നെ നമ്മളുടെ 5 നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. 5 ജ്ഞാനേന്ദ്രിയങ്ങള് മുകളിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ണ്, അത് കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ളത് മൂക്ക്, അത് കഴിഞ്ഞാൽ ചെവി, അത് കഴിഞ്ഞാൽ നമ്മുടെ നാവ്, അത് കഴിഞ്ഞാൽ ത്വക്ക്. ഈ 5 ഇന്ദ്രിയങ്ങളും നമ്മളുടെ ഈ എല്ലാവിധ നമ്മുടെ പാപങ്ങളും ഇങ്ങനെ മലങ്ങളും അതിനെ വീണ്ടും വീണ്ടും അതിലൂടെ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ 3 × 5 15 മാറി. ഇനി നമ്മൾക്ക് കർമ്മങ്ങളുണ്ട് നമ്മുടെ. അത് എന്തൊക്കെയാണ്? നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? ആദ്യത്തെ നമ്മുടെ ജിഹ്വ, നമ്മുടെ നാവാണ് ആദ്യത്തെ കർമ്മേന്ദ്രിയം. നല്ല വാക്ക് പറയാൻ ശ്രമിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് കഴിഞ്ഞാൽ കരചരണങ്ങളാണ് നമ്മളെ കൈയാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ കർമ്മേന്ദ്രിയം. മൂന്നാമത്തെ നമ്മുടെ പ്രധാനപ്പെട്ട 3 കർമ്മേന്ദ്രിയങ്ങളാണ്. അതാണ് കാലാണ് മൂന്നാമത്തേത്. അപ്പോ വാക്ക്, കയ്യ്, കാല്, കരം, ചരണം, ജിഹ്വ, ഈ 3. അത് കഴിഞ്ഞാൽ 2 കർമ്മേന്ദ്രിയങ്ങൾ കൂടിയുണ്ട്. അത് ഒന്ന് നമ്മളുടെ വിസർജനേന്ദ്രിയങ്ങളാണ്, പിന്നെ ഒന്നുള്ളത് നമ്മുടെ ജനനേന്ദ്രിയങ്ങളാണ്. ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങളിലൂടെയും 5 ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും ഈ 3 ആണവ മലം, അതുപോലെ തന്നെ കാർമിക മലം, അതുപോലെ തന്നെ മായിക മലം, ഈ 3 മലങ്ങളും ആർജിച്ചിട്ടുള്ള പ്രാരാബ്ദങ്ങളായി ആർജിച്ചിരിക്കുന്ന ഈ മലങ്ങൾ, ആ 3 × ഇങ്ങനെ 10 ആവുമ്പോൾ 5 5 5 10 × 3, ഈ 30 ഭണ്ഡപുത്രന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ വാസനാബലങ്ങളാണത്. അപ്പോ ഈ ഭണ്ഡപുത്രന്മാരെ വധിക്കണമെങ്കിൽ ദേവിയുടെ ബാലസ്വരൂപമായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ത്രിപുരസുന്ദരിയുടെ ബാലസ്വരൂപത്തെ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കണം. അതിന് മന്ത്രശക്തിയുള്ള മന്ത്രങ്ങളുടെ ബാലമന്ത്രമുണ്ട്. ലളിതാ പരമേശ്വരിയുടെ ലളിതാ സഹസ്രനാമം തന്നെ അത്യുത്തമമാണ്. അപ്പോ ഭണ്ഡപുത്രവധോദ്യുക്ത ബാലാവിക്രമനന്ദിത, അങ്ങനെ ഈ 3 അക്ഷരം അല്ലെങ്കിൽ ബീജാക്ഷരം അല്ലെങ്കിൽ ഒരക്ഷരം മന്ത്രരൂപമായിട്ടുള്ള ബാലാ ത്രിപുര സുന്ദരി അങ്ങനെ വന്ന് ഈ ഭണ്ഡപുത്രന്മാരെയൊക്കെ വധിച്ചു കളയാണ്. അപ്പൊ ഇതിനെ നമ്മള് ദേവിയുടെ ചെയ്തികളുമായിട്ട് ബന്ധിക്കുമ്പോൾ ഭണ്ഡാസുരന്റെ പുത്രന്മാരാണ്, ദേവിയുടെ പുത്രിയാണ്. നമ്മളെ തന്നെ എടുക്കുമ്പോൾ നമ്മുടെ ആണവമലവും കാർമിക മലവും അതുപോലെ തന്നെ മായിക മലവും നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും അതുപോലെ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളിലൂടെയും എങ്ങനെ അതിനെ നശിപ്പിച്ചെടുത്ത് നമ്മൾക്ക് ആത്മജ്ഞാനത്തിന്റെ പാത തെളിക്കാം എന്നുള്ള വഴിയാണ് ഇവിടെ ഈ ശ്ലോകത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഇനിയോ മന്ത്രിണ്യംബാ വിരചിത വിഷംഗവത ദോഷിത, 75ാമത്തെ ശ്ലോകമാണ്. ഇനി ആരാണ്? മന്ത്രിണ്യംബാ വിരചിത വിഷംഗവത ദോഷിത. അപ്പോ ഈ 40 പുത്രന്മാര് മരിച്ചു. ഇനി ബാക്കി ആരാളുള്ളത്? 2 സഹോദരന്മാരുണ്ട്. ആർക്ക്? ഭണ്ഡാസുരന്. ഇത് ആരൊക്കെയാണ് ഈ 2 സഹോദരന്മാര്? ഒന്ന് വിഷങ്കൻ, രണ്ടാമത് ഉള്ളത് വിശുക്രൻ. 2 സഹോദരന്മാരാണ്. തൻ്റെ ഇടത്തെ തോളിൽ നിന്നും വിഷങ്കനെയും വലത്തെ തോളിൽ നിന്നും വിശുക്രനെയും സൃഷ്ടിക്കുകയാണ്. ആര്? ഭണ്ഡാസുരൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോ ശ്യാമളാദേവിയായിരിക്കുന്ന മന്ത്രിണി എന്നുള്ള ദേവിയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മിനിസ്റ്റർ, ആ മന്ത്രിണ്യംബ വിരചിത വിഷംഗവത ദോഷിത. അങ്ങനെ വിരചിത എന്ന് പറഞ്ഞാൽ രചിക്കപ്പെട്ട, മന്ത്രിണ്യമ്മ രചിക്കപ്പെട്ടിട്ടുള്ള ആ വിഷംഗവധത്തിന്റെ ആ ദൃശ്യം അത് കണ്ട് ദേവി എന്താണ്? തോഷിത, സന്തോഷിക്കുകയാണ്. അപ്പൊ അവിടെ ബാല വിക്രമനന്ദിത മന്ത്രിണ്യംബ വിരചിത വിഷംഗവത ദോഷിത, വിഷങ്കനെ വധിക്കുന്ന. അപ്പൊ വിഷങ്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ്? വികലമായ സംഘത്തോട് കൂടിയിട്ടുള്ള, അതിനെ വീണ്ടും നമ്മൾ പിണ്ടാണ്ടത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വിഷങ്കൻ ആരാണ്? വികലമായ സംഘമാണ്, ശരിയായ ബുദ്ധിയല്ല ആരുടെ? ഇദ്ദേഹത്തിന്റെ. അപ്പോ
എല്ലാ കൂട്ടുകെട്ടുകളും ശരിയായ രീതിയിൽ പോകാതിരിക്കുമ്പോൾ നമ്മളിലെ വിശങ്കൻ ഉണർന്നു വരും. അപ്പോൾ അതിനെന്ത് വേണം? മന്ത്രിണീ ദേവിയുടെ ഈ ആരാധന വേണം. ആ മന്ത്രിണ്യംബ വിരചിത വിശങ്കവത ദോഷിത, മനസ്സിന്റെ അതിദേവതയാണ് മന്ത്രിണി ദേവി. ചിന്തകളെയൊക്കെ ശരിയാക്കി ആ വിശങ്കനെ വധിച്ച് ശരിയായ രീതിയിൽ നമ്മളെ കൊണ്ടു നടത്താൻ പ്രാപ്തിയുള്ള ആളാണ് ഈ മന്ത്രിണി ദേവി. അപ്പോ മന്ത്രിണ്യംബ വിരചിത വിശങ്കവത ദോഷിത, അങ്ങനെ ആ ശരിയായ രീതിയിൽ നമ്മളെ പോലും നയിക്കുന്ന മന്ത്രിണി ദേവിയെ കണ്ട് ദേവി ഇങ്ങനെ ആനന്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളുടെ 29ാമത്തെ ശ്ലോകം. ഇനി നമ്മൾക്ക് 30ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. ഇവിടെയോ വിശങ്കന്റെ വധം കഴിഞ്ഞു, ഇനിയോ വിശുക്രന്റെ വധമാണ്. അപ്പോ ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഭണ്ഡാസുരൻ ചില്ലറക്കാരനല്ല. ശതരുദ്രീയം എന്നുള്ള അത്യുജ്വലമായിട്ടുള്ള ശിവന്റെ മന്ത്രം പഠിച്ച് ആരാധിച്ച് ശക്തി നേടിയതാണ് ആര്? ഈ ഭണ്ഡാസുരൻ. അപ്പൊ ഭണ്ഡാസുരന്റെ സഹോദരന്മാരും വളരെ ശക്തന്മാരാണ്. അപ്പൊ ഇവിടെ വിശുക്രനാണ്, ശുക്രനെ പോലെ തേജസ്സുള്ള ആളാണ്, പക്ഷെ വിശുക്രനാണ്. ശുക്രൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ബുദ്ധി എങ്ങനെയാണ്? വികലമായ ബുദ്ധിയാണ്. മറ്റിടത്ത് എങ്ങനെയായിരുന്നു? വിശങ്കനാണ്, സംഘം ശരിയല്ല. ഇവിടെ ഭയങ്കര ബുദ്ധിയാണ്, പക്ഷെ വികട ബുദ്ധിയാണ്. വിശുക്ര പ്രാണഹരണ വാരാഹി വീരനന്ദിത. ആരാണ് വിശുക്രന്റെ പ്രാണനെ ഹരിച്ചത്? വാരാഹി ദേവി. നേരത്തെ നമ്മളെ ദണ്ഡനാഥ പുരസ്കൃത എന്ന് നമ്മൾ കണ്ടു. ആ ദണ്ഡനാഥ തന്നെയാണ് വാരാഹി ദേവി, വരാഹരൂപിണിയാണ് എന്ന് നമ്മൾ കണ്ടു. അത് ആ വരാഹങ്ങൾ ഉള്ള രഥത്തിൽ, നയിക്കുന്ന രഥത്തിലായിരുന്നു ആ ദണ്ഡനാഥ ഇരുന്നിരുന്നത്. അപ്പോ വാരാഹി ദേവി വീര്യനന്ദിത, വിശുക്രന്റെ ഈ രണ്ടാമത്തെ വലത്തെ തോളിൽ നിന്നും വന്നിരിക്കുന്ന ഈ ഭണ്ഡാസുരന്റെ സഹോദരനായ വിശുക്രനെ ഹനിച്ച ആ വാരാഹി ദേവിയുടെ അല്ലെങ്കിൽ ദണ്ഡനാഥ ദേവിയുടെ വീര്യം കണ്ട് ആനന്ദിക്കുന്നവളായിട്ടുള്ള ആ ദേവിക്ക്, ലളിതാ പരമേശ്വരിക്ക് നമസ്കാരം. ഇവിടെയൊക്കെ കാണണം നമ്മള് എന്ത് സന്തോഷത്തോടു കൂടിയാണ് ദേവി തൻ്റെ ഈ ലീലകൾ ആടുന്നത് എന്നുള്ളത്. അപ്പോ വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത. ഇനിയോ 77ാമത്തെ നാമമാണ് 30ാമത്തെ ശ്ലോകത്തിലെ കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. അപ്പോ ഇവിടെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു അവതാരം വരികയാണ്. കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. ഇവിടെ കാമേശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പരമശിവൻ തന്നെയാണ്. അതുപോലെ തന്നെ പരമശിവന്റെ ആ മുഖാലോകം എന്ന് വെച്ചാൽ ആ വദനത്തെ ദേവി ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്. എന്നിട്ട് നിരീക്ഷിച്ചിട്ട് ആരെയാണ് ഉണ്ടാക്കുന്നത്? കൽപ്പിതം, സൃഷ്ടിക്കുകയാണ്. എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? ആരെയാണ് സൃഷ്ടിക്കുന്നത്? കാമേശ്വരന്റെ മുഖത്ത് നോക്കിയിട്ട് മന്ത്രസ്വരൂപനായ ആരെയാണ്? മഹാഗണപതിയെ ദേവി സൃഷ്ടിക്കുകയാണ്. കാരണം ഇവിടെ എന്തിനാണ്, അടുത്ത നാമത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെന്തിനാണ് ഗണേശനെ സൃഷ്ടിച്ചതെന്ന്. അപ്പോ ഇവിടെ എങ്ങനെയാണ്? കാമേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ ഭർത്താവാണ്, സംശയമില്ല. ശരിക്ക് ഗണേശ്വരന്റെ അല്ലെങ്കിൽ ഗണപതിയുടെ ആവിർഭാവത്തിന്റെ കഥ ഒന്ന് ചെറുതായിട്ട് നമ്മൾക്കിവിടെ ഒന്ന് ഘടിപ്പിക്കാം. ഈ ഒരു രംഗത്തിന്റെ കാര്യമല്ല പറയുന്നത്, ശരിയായ ഗണപതിയുടെ അവതാരം. കാർത്തികേയ ഭഗവാനെ ദേവി എപ്പോഴും നീരാടാൻ പോകുമ്പോൾ കാർത്തികേയ ഭഗവാൻ കാവല് നിൽക്കുമായിരുന്നു അത്രേ. ആരും വരുന്നത് ദേവിക്ക് ഇഷ്ടമല്ല, ദേവിയും തൊഴികളും മാത്രമേ പാടുള്ളൂ. അങ്ങനെ പാർവതി ദേവി കാർത്തികേയനെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യനെ കാവൽ നിർത്തി കുളിക്കാൻ നീരാടാൻ പോകുമ്പോൾ ഒരു പ്രാവശ്യം പരമശിവൻ വരികയാണ് അവിടെ. അപ്പൊ പരമശിവനെ കാർത്തികേയൻ അച്ഛനാണ് ഉള്ളിലേക്ക് കടത്തിവിടും. അത് ദേവിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ദേവി എന്ത് ചെയ്തു? എനിക്കും വേണം ഒരു മകൻ സ്വന്തമായിട്ട്. അതാണ് ശക്തി, നാരി ശക്തി. നമ്മുടെ സ്ത്രീകളൊക്കെ എത്ര ശക്തരായിരുന്നു. കാമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ദേവി ഒരു മണ്ണ് കൊണ്ട് രൂപമുണ്ടാക്കി
അതിന് പ്രാണൻ കൊടുക്കുകയാണ്. അങ്ങനെ സുന്ദര രൂപിയായിട്ടുള്ള ആ ഗണപതിയുടെ അവതാരം ഉണ്ടാവുകയാണ് അവിടെ. അന്ന് ഗണപതിയൊന്നും പേരിട്ടിട്ടില്ല. അങ്ങനെ ആ മകനെ കാവൽ നിർത്തിയിട്ട് ആരെയും അകത്തേക്ക് വിടരുത് എന്ന് പറഞ്ഞ് കാവൽ നിർത്തി ദേവി സ്നാനത്തിന് പോവുകയാണ്. അപ്പോ എന്തോ ആവശ്യത്തിന് ദേവിയെ വിളിക്കാൻ വേണ്ടി നന്ദികേശ്വരൻ അവിടെ വരികയാണ്. നന്ദികേശ്വരൻ ഈ അജ്ഞാതനായി നിൽക്കുന്ന ഇദ്ദേഹത്തോട്, ദേവിയുടെ പുത്രനോട് ചോദിക്കുകയാണ്, എനിക്ക് അകത്തേക്ക് പോകണമെന്ന്. അപ്പോ സമ്മതിക്കില്ല. അപ്പൊ നന്ദികേശ്വരൻ യുദ്ധത്തിന് വരും, ധാരാളം അടി കൊടുക്കും ഗണേശ്വരൻ, എന്നിട്ട് ഓടിച്ചു വിടും. അങ്ങനെ നിന്നെ ഒന്നും ഞാൻ അറിയില്ല, കാരണം ദേവിയെ മാത്രമാണ് ഈ ഗണപതിക്ക് അറിയുള്ളൂ. അപ്പോ ശിവന്റെ അടുത്ത് പോയിട്ട് നന്ദികേശ്വരൻ പറയാണ്, ഇങ്ങനെ ആരോ കാവൽ നിൽക്കുന്നുണ്ട്, എന്നെ ഒരുപാട് തല്ലി കണ്ടില്ലേ, ഞാനിങ്ങനെ മുഴുവൻ നീരെടുത്ത് ഇതാ വന്നിരിക്കുന്നു ഇവിടെ എന്ന് പറയാണ്. അപ്പോ എന്നാലൊന്ന് പോയി നോക്കണോ, ഞാൻ അറിയാതെ ഏതാ പുത്രൻ എന്ന് പറഞ്ഞ് പരമശിവൻ പോകുന്നു. പോയിട്ട് ഗണപതിയുമായിട്ട്, ഞാൻ പരമശിവനാണ്, ദേവിയുടെ ഭർത്താവാണെന്നൊക്കെ പറഞ്ഞാലും ഗണപതി അല്ല എന്ന് പുത്രൻ ഉള്ളിലേക്ക് പോകാൻ സമ്മതിക്കില്ല. അങ്ങനെ അടിപിടിയാവും രണ്ടുപേരും തമ്മിൽ. അടിപിടിയാവുമ്പോൾ ഗണേശനെ ചെറുത്തു നിൽക്കാൻ പറ്റാത്ത പരമശിവൻ ആരാണെങ്കിലും അവസാനം തോൽക്കുമെന്ന് കരുതിയാൽ അവസാനത്തെ പ്രയോഗം എടുക്കും. അദ്ദേഹം ദിവ്യാസ്ത്ര പ്രയോഗം നടത്തിയിട്ട് ഗണേശ്വരന്റെ കഴുത്ത് മുറിക്കുകയാണ്. അപ്പോ ഉടനടി അമ്മേ എന്ന് വിളിച്ച് കരയുന്നത് കേൾക്കുമ്പോൾ ദേവി കോലാഹലം കേട്ട് പുറത്തു വരികയാണ്, നീരാട്ടൊക്കെ നിർത്തിയിട്ട്. അത് കാണുന്നതോടുകൂടി കോപാകുലയാകുകയാണ് ദേവി. അപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോ വളരെ ടെൻസ്ഡാണ് പരമേശ്വരനും, ടെൻസ്ഡായി. നമുക്കൊക്കെ അറിയാം, ഒരു വീട്ടിലെ ഒരു പതിയും പത്നിയും തമ്മില് ആ വാക്തർക്കം ഒരു ലിമിറ്റിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ഭർത്താവിന് മനസ്സിലാവും ഇതിനെ എങ്ങനെയെങ്കിലും നിർത്തണമെന്ന്. കാരണം എപ്പോഴും ഭാര്യ എന്ത് ഭർത്താവ് പറഞ്ഞാലും അനുസരിക്കുന്നവളാണ്. പക്ഷേ അതിന് കൂടുതൽ പോയി കഴിഞ്ഞാൽ ആ കുടുംബം തന്നെ താറുമാറായി പോകും. അപ്പൊ ബ്രഹ്മാവ് വന്നു വേഗം. കാരണം പരമശിവനും പാർവതിയാണ്, നമ്മളാണെങ്കിൽ നമ്മുടെ കുടുംബമാണ് പോവുക, ഇത് ഈ ലോകം തന്നെ അവസാനിക്കും. അപ്പൊ ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ്, ബ്രഹ്മാവ് വരികയാണ്. ബ്രഹ്മാവ് വന്ന് ചോദിക്കും, അയ്യോ മകൻ മരിച്ചു, എന്താ വേണ്ട, അതൊരു പ്രശ്നമില്ലല്ലോ, ഉടനടി ജീവിപ്പിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ തന്നെ തെക്കോട്ടോ വടക്കോട്ടോ നോക്കിയിരിക്കുന്ന ഒരു ആന ഇരിക്കുന്നുണ്ട്. ആ ആനയുടെ തല മുറിച്ച് ഗണേശ്വരനെ ഫിറ്റ് ചെയ്യുകയാണ്. പരമേശ്വരനും ആനന്ദമായി, ദേവിക്കും സന്തോഷമായി. അങ്ങനെ വിഘ്നേശ്വരനായിട്ടുള്ള ഗണപതി ഗണങ്ങളുടെ നായകനാണെന്ന് പറഞ്ഞ് സർവ ഐശ്വര്യങ്ങളും കൊടുത്ത് അങ്ങനെ ആ ഗണപതിയായി മാറുകയാണ് ഈ പാർവതീപുത്രൻ, പാർവതി നന്ദനൻ. അപ്പോ ഈ ഗണപതിക്ക് 108 രൂപങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഏത് രൂപത്തെയാണ് ദേവി വരുത്തുന്നത്? അവിടെ ഈ ത്രിപുരസുന്ദരി മഹാഗണപതി എന്നുള്ള ആ രൂപത്തെ കാമേശ്വരന്റെ മുഖത്ത് തന്റെ നയനാരവിന്ദം കൊണ്ട് ഒന്ന് നോക്കുകയാണ്, ആ മുഖാരവിന്ദത്തില്. എന്നിട്ട് കൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയിട്ട് സൃഷ്ടിക്കുകയാണ്. കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൽപ്പിത ശ്രീ ഗണേശ്വര. അങ്ങനെ ആ ശ്രീ ഗണേശനെ, മഹാഗണപതിയെ സൃഷ്ടിക്കുകയാണ്. എന്തിന്? അടുത്ത ശ്ലോകം നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. 31ാമത്തെ ശ്ലോകത്തില് മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത. ഇവിടെ മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത എന്നുള്ള ഒരു നാമം, ഈ നാമത്തില് എന്തിനാണ് വിഘ്നേശ്വരനെ ഇവിടെ മഹാഗണപതിയെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ട്. കാരണം ഈ ഒരു വിഘ്നയന്ത്രം നമുക്കറിയാം, വന്യപ്രാകാരത്തെ ജ്വാലാമാലിനി എന്നുള്ള ആ നിത്യ എന്ത് ചെയ്തു? ഈ സൈന്യത്തിനെ, ഭണ്ഡന്റെ സൈന്യത്തിന് ദേവിയുടെ സൈന്യത്തിലേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അഗ്നി പ്രാകാരം സൃഷ്ടിച്ചു, ഒരു അഗ്നി മതിൽ കോട്ട സൃഷ്ടിച്ചു. അപ്പോ എന്ത് ചെയ്താലും ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല ആർക്ക്? ഭണ്ഡന്റെ സൈന്യത്തിന്. അപ്പോ എന്ത് ചെയ്തു? ഈ വിശങ്കനും വിശുക്രനും കൂടിയിട്ട് എന്ത് ചെയ്തു? ഒരു യന്ത്രമുണ്ടാക്കി. യന്ത്രവിദ്യകളും തന്ത്രവിദ്യകളും ഒക്കെ നല്ല കാര്യത്തിന് ഉപയോഗിക്കുമ്പോൾ ദേവീപ്രാപ്തിയാണ്, ചീത്ത കാര്യത്തിന് ഉപയോഗിക്കുമ്പോൾ അത് എന്താണ്? ഇങ്ങനത്തെ സംഹാര ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സംഹാര യക്ഷികളെ അല്ലെങ്കിൽ സംഹാര മൂർത്തികളെ ഉപാസിച്ചിട്ട് അങ്ങനെ 8 കോണുകളുള്ള ഒരു യന്ത്രം ഉണ്ടാക്കിയിട്ട് പുറത്തുനിന്ന് ഒരു പ്രൊജക്ടൈൽ അതിനെ വിക്ഷേപിക്കുകയാണ്. എവിടേക്ക്? ദേവിയുടെ ഈ കൂടാരത്തിലേക്ക്, അല്ലെങ്കിൽ ദേവിയുടെ ആ സൈന്യം എവിടെയാണോ തമ്പടിച്ചിരിക്കുന്നത് അതിൻ്റെ നടുവിലേക്ക് ഇങ്ങനെ വിശങ്കൻ വിക്ഷേപിക്കുകയാണ്. അങ്ങനെ ഈ ജ്വാലാമാലിനിയുടെ ആ വന്യപ്രാകാരത്തിന്റെ ആ സംരക്ഷണം നഷ്ടപ്പെടുകയാണ്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അങ്ങനെ എല്ലാവരും, മന്ത്രിണിയും
രണ്ട് പ്രധാനമന്ത്രികൾ ഒഴികെ എല്ലാവരും മയക്കം ബാധിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? കർമ്മത്തിൽ നിന്നും അവരെയൊക്കെ വിമുഖരാക്കി മാറ്റുകയാണ് ഈ വിഘ്നയന്ത്രം ചെയ്യുന്നത്. ഇയാള് പ്രതീക്ഷിച്ചിട്ടുള്ള ഈ വിഘ്നയന്ത്രം വിശുക്രൻ സൃഷ്ടിച്ച് വിക്ഷേപിച്ചിട്ടുള്ള ഈ വിശുക്രൻ മരിച്ചു ഇപ്പൊ നേരത്തെ, പക്ഷേ ഈ വിഘ്നയന്ത്രം ഇപ്പോഴും ആക്റ്റീവാണ് വിശുക്രന്റെ. അപ്പോ ആ വിശുക്രന്റെ ആ യന്ത്രത്തിന്റെ അതിന്റെ മഹിമ അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് അത് കാരണം ദേവിയുടെ എല്ലാ സൈന്യങ്ങളും വളരെ ക്ലീബരായിട്ട് വളരെ ഉറക്കം തൂങ്ങിക്കൊള്ളായി മാറി. അങ്ങനെ ദേവിയുടെ അടുത്ത് ചെന്ന് മന്ത്രിണി പറയാണ്, ദേവി എല്ലാവരും ഉറങ്ങുകയാണെന്ന്. ആ സമയം ദേവി കാമേശ്വരന്റെ മുഖത്തെ ആലോചിച്ചുകൊണ്ട് തന്നെ ഈ മഹാഗണേശനെ സൃഷ്ടിക്കുകയാണ്. അപ്പൊ മഹാഗണേശൻ എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും നമ്മുടെ 8 ഇന്ദ്രിയങ്ങളുടെ അധിപനാണ്. നമ്മുടെ ശരീരം തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ 8 ഇന്ദ്രിയങ്ങളാണ്. ആ 8 ഇന്ദ്രിയങ്ങളുടെ അധിപനായിട്ടിരിക്കുന്ന അല്ല ഗണങ്ങളുടെ അധിപനാണ് ആര്? ഗണേശ്വരൻ. ആ ഗണേശ്വരനെ സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്യും? അവിടെ ആ വിഘ്നയന്ത്രത്തെ മഹാഗണേശ നിർഭിന്ന, ഈ മഹാഗണേശൻ എന്ത് ചെയ്യും? മഹാഗണേശൻ എന്ന് പറഞ്ഞാൽ 10 കൈകളുള്ള ഗണപതിയാണ്. അദ്ദേഹത്തിന്റെ വിഷ്ണുവിന്റെ തന്നെ അവതാരമാണ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ശംഖ ചക്ര ഗദകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത്. അങ്കുശവും പാശവും എല്ലാമുള്ള ഒരു തുമ്പിക്കൈയില് എന്താണുള്ളത്? ഒരു കലശവുമുണ്ട്. അങ്ങനെയുള്ള ആ ഗണപതി, ഈ മഹാഗണേശൻ, ഈ ഇദ്ദേഹം ആര്? നമ്മുടെ വിശുക്രൻ സൃഷ്ടിച്ചിട്ടുള്ള ഈ വിഘ്നയന്ത്രത്തിനെ നിർഭിന്നമാക്കി, നിശേഷം ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു. എന്നിട്ട് ആ വിഘ്നയന്ത്രം അങ്ങനെ മുഴുവനായി നശിപ്പിക്കപ്പെട്ടു. അത് കണ്ടിട്ട് ദേവി എന്താണ്? പ്രഹർഷിത. ദേവി ഇങ്ങനെ ഹർഷോന്മാദത്തോടു കൂടി ഇരിക്കുകയാണ് ഈ വിഘ്നേശ്വരന്റെ ഈ ഗംഭീരമായിട്ടുള്ള ഈ കർമ്മം കണ്ടിട്ട്. മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത. ഇനിയോ 79ാമത്തെ നാമം അതേ ശ്ലോകത്തിലെ ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി. ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി. അപ്പോ ഇതൊക്കെ ചെയ്തപ്പോ ഭണ്ഡാസുരൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും പ്രയോഗിക്കുകയാണ്. ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും എന്ന് പറഞ്ഞാൽ, ശസ്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ പിടിച്ച് നമ്മള് ഫൈറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പോരാടുന്നതാണ്. വാള്, കുന്തം, ഗദ. അതേസമയത്ത് വിക്ഷേപിക്കുന്നതാണ് അല്ലെങ്കിൽ വലിച്ചെറിയുന്ന വസ്തുക്കളാണ് പിന്നെ അസ്ത്രങ്ങൾ. അപ്പൊ ശസ്ത്രവും അസ്ത്രവും ഒന്ന് കയ്യിലെടുത്ത് ചെയ്യുന്നതാണ്, ഒന്ന് വിക്ഷേപിക്കുന്നതാണ്. അങ്ങനെ ഭണ്ഡാസുരൻ തൻ്റെ എല്ലാ ശക്തികളും ഉപയോഗിച്ച്, ഇനി യാതൊരു രക്ഷയുമില്ല എന്ന് വെച്ച് എല്ലാ ശക്തികളും ഉപയോഗിച്ച് ഭണ്ഡാസുരൻ ഒറ്റയ്ക്ക് ദേവിയുടെ സൈന്യത്തെ നേരിടുകയാണ്. അപ്പോ ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്രവർഷിണി. ദേവി എന്താ ചെയ്യുന്നത്? ഇതിനെയൊക്കെ ദേവി ഈ ഭണ്ഡാസുരൻ അയച്ച എല്ലാ അസ്ത്രങ്ങൾക്കും ദേവി പ്രത്യശസ്ത്രങ്ങളും അസ്ത്രങ്ങളും പ്രയോഗിച്ച് നിർവീര്യമാക്കുകയാണ് ആ എല്ലാ അസ്ത്രങ്ങളെയും ശസ്ത്രങ്ങളെയും. അപ്പോ അങ്ങനെ ഇവിടെ വർഷിക്കുമ്പോൾ എതിരായി വർഷിക്കുകയാണ്. നമ്മൾ പണ്ട് യുദ്ധത്തിനൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു മിസൈൽ ഇവിടുന്ന് വരുമ്പോൾ, സ്കഡ് മിസൈൽ വരുമ്പോൾ പാട്രിയോട്ടിക് മിസൈൽ ഉണ്ട്, അതിനെ കട്ട് ചെയ്യും എന്നതുപോലെ ഓരോന്നും. ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധത്തിലും എങ്ങനെ നിർവീര്യമാക്കുന്ന അവരുടെ ഡ്രോൺ ത്രൂ അയക്കുമ്പോൾ നമ്മളിവിടെ വിഘ്നയന്ത്രം സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്ന് ഓരോന്നും പോയിട്ട് അതിനെ നിർവീര്യമാക്കി കളയും. അപ്പോ ഇങ്ങനെ ഈ ദേവി എല്ലാം ഭണ്ഡാസുരന്റെ എല്ലാ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും നിർവീര്യമാക്കുകയാണ്. അപ്പൊ ഭണ്ഡൻ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ദേവിയെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങള് ഉണ്ടാക്കാൻ, സൈന്യത്തിന് മുഴുവൻ രോഗമുണ്ടാക്കുന്ന അസ്ത്രങ്ങൾ ദേവി എന്ത് ചെയ്യും? നാമത്രയാസ്ത്രം എന്താണ്? അച്യുതാനന്ദ ഗോവിന്ദ എന്ന് ജപിച്ചോളൂ. നാമത്രയാസ്ത്രം കൊണ്ട് അതിനെ നശിപ്പിക്കുകയാണ്. അങ്ങനെ എന്ത് അസ്ത്രം ഉപയോഗിച്ചോ അവയിൽ നിന്നൊക്കെ ദേവി എല്ലാവരെയും രക്ഷിക്കുകയാണ്. അപ്പോ ഭണ്ഡൻ ഇവിടെ ദേഹിയെ ബന്ധിക്കുന്ന കർമ്മങ്ങളും വാസനകളുമാണ്. അപ്പൊ അതിനെ ജ്ഞാനം കൊണ്ട്, ദേവി അജ്ഞാനത്തെ ജ്ഞാനം കൊണ്ട് നശിപ്പിച്ചു കളയാണ്. ഇതാണ് ഇവിടെ എൻ്റെ താത്വികമായിട്ടുള്ള അർത്ഥം. അങ്ങനെ സാധകന്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ബന്ധങ്ങളെയും ബന്ധനങ്ങളെയും ബാധകളെയും ദേവി നിർമുക്തമാക്കുകയാണ്. അതാണ് ദേവി നാമജപത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. അത് വളരെയധികം നമ്മളെല്ലാം മനസ്സിലാക്കണം. അങ്ങനെ നമുക്ക്
ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലിയതിനു ശേഷം അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്രവർഷിണി. എളുപ്പമാണ്. അതിന്റെ അർത്ഥങ്ങള് കാര്യമായിട്ടൊന്നും പദങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അതിന്റെ കോണ്ടെക്സ്റ്റ് ശരിയായി മനസ്സിൽ ഉറപ്പിക്കണം. അതുപോലെ തന്നെ ഇതെങ്ങനെ നമ്മളെ ശരിയായ പാതയിലേക്ക് നയിക്കും എന്നുള്ള ആ ബോധവും മനസ്സിൽ വേണം. 32ാമത്തെ ശ്ലോകം കാണാം. കരാങ്കുലി നഗോൽപ്പന്ന നാരായണ ദശാകൃതി മഹാപാശുവദാസ്ത്രാഗ്നി നിർദ്ദഗ്ധാസുര സൈനിക. ഇത് 2 നാമങ്ങളാണ്. ഇതിനകത്തും 16 അക്ഷരങ്ങളുള്ള 2 നാമങ്ങളാണ്. 80ഉം 81ഉം 2 നാമങ്ങൾ. അപ്പോ ആദ്യത്തെ കരാങ്കുലി നഗോൽപ്പന്ന നാരായണ ദശാകൃതി. അപ്പൊ എന്താണ് ഭണ്ഡാസുരൻ ചെയ്യുന്നത്? ഭണ്ഡാസുരൻ ശക്തരായ ഒരുപാട് അസുരന്മാരെ സൃഷ്ടിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉൽപ്പത്തികാലം മുതൽ കലികാലം വരെയുള്ള എല്ലാ അസുരന്മാരെയും ഭണ്ഡാസുരൻ സൃഷ്ടിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭണ്ഡാസുരൻ ആദ്യമായിട്ട് എന്താ പറയുക, വേദം അപഹരിച്ചു കൊണ്ടുപോകാനുള്ള അസുരനെ സൃഷ്ടിക്കും. അത് കഴിഞ്ഞ് ഹിരണ്യനെ സൃഷ്ടിക്കും. അതുപോലെ തന്നെ എല്ലാവരെയും അങ്ങനെ നമ്മൾ പറയില്ലേ. അപ്പോഴാണ് ദേവി ഇപ്പോ 24 അവതാരങ്ങള് മഹാവിഷ്ണു എടുത്തിട്ടുണ്ട്. പക്ഷെ 10 അവതാരങ്ങളാണ് നമ്മൾ പ്രകീർത്തിക്കുന്ന. ഭാഗവതത്തിലും ശരിയായിട്ട് പ്രകീർത്തിക്കുന്നത് 10 അവതാരങ്ങളെയാണ്. മത്സ്യകൂർമൗ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കി ജനാർദ്ദന. രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കി ജനാർദ്ദന. ജനാർദ്ദനന്റെ 10 രൂപങ്ങളാണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? കരാങ്കുലി നഗോൽപ്പന്ന നാരായണ ദശാകൃതി. തന്റെ കരങ്ങളിലെ, ഇതൊക്കെ ദേവിക്ക് വെറും നമ്മൾ പറയാ എന്റെ ചെറുവിരലിന്റെ പണിയാണിത്, ചെറുവിരലിന്റെ അല്ല, കരാങ്കുലിയിലെ നഖങ്ങളിൽ നിന്നും ഈ ദേവി ആരെയാണ് ഉൽപ്പാദിക്കുക? അസുരന്മാരെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ള ഈ ഭണ്ഡാസുരൻ, അതിനെ ഓരോന്നിനെയും ദേവി എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? കരാങ്കുലി നഗോൽപ്പന്ന നാരായണ ദശാകൃതി. തന്റെ ഓരോ വിരലിൽ നിന്നും ആദ്യമായിട്ട് മഹാമത്സ്യമൂർത്തിയെ തന്റെ വലതു കൈയിലെ പെരുവിരലിൽ നിന്നുണ്ടാക്കും. അത് കഴിഞ്ഞ് കൂർമാവതാരത്തെ ചൂണ്ടുവിരലിൽ നിന്നുണ്ടാക്കും. അർണവാസ്ത്രം പ്രയോഗിക്കുകയാണ്. അങ്ങനെ ശക്തി സൈന്യത്തെ മുക്കിക്കളയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? കൂർമാവതാരത്തെ ഉണ്ടാക്കും. എന്നിട്ട് അവരെ എല്ലാം താങ്ങി നിർത്തും. എന്നിട്ട് യുദ്ധം ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞാൽ ഈ ഹിരണ്യാക്ഷ മന്ത്രം ജപിച്ച് അസ്ത്രം ജപിച്ച് ഹിരണ്യാക്ഷനെ പുനരുജ്ജീവിപ്പിക്കുകയാണ്. അപ്പൊ ആദിവരാഹമൂർത്തിയായിട്ട് തന്റെ വലതു കൈയിലെ നടുവിരലിന്റെ നഖം കൊണ്ട് ദേവി ആദിവരാഹമൂർത്തിയെ സൃഷ്ടിക്കുകയാണ്. അത് കഴിഞ്ഞ് അനന്തരം എന്താ ചെയ്യുന്നത്? ദണ്ഡൻ തന്റെ പുരികം വളച്ചിട്ട് ഹിരണ്യകശുവിനെ സൃഷ്ടിക്കുകയാണ്. അപ്പോ വലത്തെ മോതിരവിരൽ കൊണ്ട് നരസിംഹരൂപിയായിട്ട് അങ്ങനെ ആ അസുരനെയും വധിക്കുകയാണ്. അങ്ങനെ ഓരോന്നും. അത് കഴിഞ്ഞ് ബലിയെ, അപ്പോ ബലീന്ദ്രാസ്ത്രം പ്രയോഗിക്കുമ്പോൾ വാമനനെ ഉണ്ടാവും, പാശം കൊണ്ട് കെട്ടിയിടും. അതുപോലെ ഹൈഹയാസ്ത്രം ഹേഹേനെ, അത് കഴിഞ്ഞ് പരശുരാമനെ സൃഷ്ടിക്കും. അത് കഴിഞ്ഞ് രാവണനെ സൃഷ്ടിക്കുമ്പോൾ അതിന് ഇവിടുന്ന് ശ്രീരാമനെയും ലക്ഷ്മണനെയും സൃഷ്ടിക്കും ദേവി. അങ്ങനെ ഘോര വാനരന്മാരെ സൃഷ്ടിക്കുമ്പോൾ ബലരാമനെ സൃഷ്ടിക്കും. രാമോ രാമശ്ച രാമശ്ച. അങ്ങനെ അവസാനം എല്ലാ കംസൻ, ശിശുപാലൻ, സകലാസുരന്മാരെയും ഒരുമിച്ച് സൃഷ്ടിക്കുമ്പോൾ കൃഷ്ണനെ ഇവിടെ സൃഷ്ടിച്ചിട്ട് ദേവി അവരെല്ലാം നശിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും കല്യാസ്ത്രം പ്രയോഗിക്കുകയാണ് ഭണ്ഡാസുരൻ. അപ്പോൾ ദേവി കലിയെ ചെറുക്കാൻ ഇവിടെ കൽക്കി എന്നുള്ള അവതാരത്തെ സൃഷ്ടിച്ച് അതിനെയും ചെറുക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരു നിമിഷം ഈ അവതാരത്തെ എന്തുകൊണ്ട് 24 അവതാരമില്ലാതെ നമ്മൾ 10 അവതാരത്തെ പറയുന്നു എന്ന് ഓർത്തു കഴിഞ്ഞാൽ, നമ്മുടെ പ്രാണൻ തന്നെയാണ് ഈ 10 അവതാരങ്ങൾ. ഏറ്റവും ചെറുതായ രീതിയിൽ ഒരുപക്ഷെ നമ്മൾക്ക് പറയാം, നമ്മുടെ മൂലാധാരത്തില് വളരെ പ്രാകൃതമായി കിടക്കുന്ന ആ പ്രാണൻ, ഒരു മത്സ്യരൂപിയായിട്ടുള്ള പ്രാണൻ, അത് വീണ്ടും അത് കൂർമ്മരൂപിയാവണം നമ്മുടെ ധ്യാനം കൊണ്ട്. അത് കഴിഞ്ഞ് വരാഹം കുറച്ചുകൂടി പൊങ്ങണം, നരസിംഹരൂപിയാകണം. അത് കഴിഞ്ഞ് അതിനെ വാമനാവണം, മനുഷ്യരൂപം എടുക്കാൻ പറ്റണം. ആ ബ്രഹ്മജ്ഞാനം നേടണമെങ്കിൽ ആ പ്രയാണത്തില് അങ്ങനെ പോയി സഹസ്രാര ചക്രത്തിൽ എത്തുമ്പോഴേക്കും കൃഷ്ണനാവും. അങ്ങനെ സഹസ്രാര ചക്രത്തില് രാധാറാണിയുമായിട്ട് വൃന്ദാവനത്തില് ലീലയാടുന്ന ആ ഔന്നത്യത്തിലേക്ക് നമ്മൾ എത്തണം. അവിടുന്ന് വീണ്ടും എപ്പോഴും ഉയർച്ചയുണ്ടോ അത് താണു വരണം. അങ്ങനെ അത് തിരിച്ച് നമ്മുടെ കുണ്ടലിനിലേക്ക് വരുമ്പോൾ ബാക്കി വന്നിട്ടുള്ള വാസനാമലങ്ങളെ എല്ലാം നശിപ്പിച്ച് കൽക്കിയായി വീണ്ടും അതിനെ മുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നുള്ള ഒരു തത്വമാണ് ഇവിടെ കരാങ്കുലി നഗോൽപ്പന്ന
നാരായണ ദശാകൃതി. അങ്ങനെ ഈ നാരായണനെ സൃഷ്ടിക്കാൻ പോലും കെൽപ്പുള്ള ആ 10 അവതാരങ്ങളെ നാരായണന്റെ ദേവി തന്റെ നഖങ്ങളെ കൊണ്ട് സൃഷ്ടിച്ച് ഇവിടെ ഭണ്ഡാസുരന്റെ എല്ലാ അസ്ത്രങ്ങളെയും എല്ലാ അസുരന്മാരെയും നശിപ്പിക്കുകയാണ്. മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധ സുരസൈനിക. ഇതൊക്കെ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോണേ? പാശുപതാസ്ത്രം, മഹാപാശുപതാസ്ത്രം. പാശുപതാസ്ത്രം, പശുപതി ആരാണ്? പരമശിവൻ. പാശുപതാസ്ത്രം പാർത്ഥനു നൽകിയ പശുപതിയല്ലേ നീ എന്നാണ് നമ്മൾ പറയുന്നത്. പാർത്ഥൻ അർജുനന് പാശുപതാസ്ത്രം കൊടുത്തതാണ്. ആ സംഭവവും നമുക്കറിയാം. ഇങ്ങനെ പാശുപതാസ്ത്രം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അർജുനന്റെ മുന്നില് കിരാതമൂർത്തിയായിട്ട് പരമശിവൻ വരുന്നതും അദ്ദേഹം ഒരു പന്നിക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി യുദ്ധം ചെയ്യുന്നതും അവസാനം തളർന്നു വീഴുന്ന ഈ അർജുനൻ ശിവലിംഗത്തിനെ പൂജ ചെയ്യുന്നതും അങ്ങനെ അവിടെ നിന്നും ദൈവം തന്നെ എന്ത് അർച്ചന ചെയ്തു അതൊക്കെ ഈ കിരാതമൂർത്തിയുടെ കാലിൽ വീഴുന്നത് കണ്ട് അത്ഭുതപ്പെടുന്ന അർജുനന് മനസ്സിലാവും ഇത് പരമശിവനാണെന്ന്. അങ്ങനെ അദ്ദേഹത്തിന് വളരെയധികം പ്രസന്നനായി കൊടുക്കുന്നതാണ് പാശുപതാസ്ത്രം. ഇവിടെ മഹാപാശുപതാസ്ത്രമാണ്. അപ്പോ അവിടെ ഈശ്വരൻ എന്ന രൂപിയായിട്ടുള്ള സദാശിവനാണ്. നമ്മള് പഞ്ചബ്രഹ്മാസന സ്ഥിത എന്നപ്പോൾ നമ്മൾ ഈശ്വരനെയും കണ്ടു, സദാശിവനെയും കണ്ടു. ഈ രൂപങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോ ഈശ്വര രൂപിയായിട്ടാണ് പാശുപതാസ്ത്രം അർജുനന് കൊടുക്കുന്നെങ്കിൽ ഇവിടെ ദേവി തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ആരാണ്? സദാശിവരൂപിയാണ്. ആ സദാശിവരൂപിയായിട്ടുള്ള ആ രൂപത്തിൽ മഹാപാശുപതാസ്ത്രം എടുക്കുന്നു. ആ മഹാപാശുപതാസ്ത്രത്തില് നിർദഗ്ധാസുര സൈനിക, കംപ്ലീറ്റ് മുഴുവൻ ദഗ്ധം ചുട്ടുകരിച്ച് നശിപ്പിച്ച് കത്തിച്ച് കളയാണ്. എല്ലാ ഭണ്ഡാസുരന്റെ മുഴുവൻ സൈന്യത്തെയും മഹാപാശുപതാസ്ത്രം കൊണ്ട് ദേവി ഈ അസുര സൈനിക എന്ന് പറയുന്നത് അസുര സൈനിക എന്ന് വായിക്കണം. നിർദഗ്ധ അസുര സൈനിക, ആസുര സൈനിക എന്ന് വെച്ചാൽ അസുര സൈന്യത്തെ മുഴുവൻ ദേവി നിശേഷം കത്തിച്ചു കളയാണ്, കത്തിച്ച് ചാമ്പലാക്കി കളയാണ്. അപ്പോ മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധ അസുര സൈനിക. ഇതാണ് 81ാമത്തെ നാമം 32ാമത്തെ ശ്ലോകത്തില്. നമ്മള് ഇവിടെ ദശാവതാരം കണ്ടു. ദശാവതാരത്തിന് ശേഷം പരമശിവനായിരിക്കുന്ന സദാശിവനായിരിക്കുന്ന പരമശിവന്റെ കരുണാമയമായിട്ടുള്ള ആ ശക്തി മുഴുവൻ എടുത്ത് ദേവി ഭണ്ഡനെ മുഴുവൻ നശിപ്പിക്കുന്നു. ഇവിടെ താത്വികമായിട്ട് വീണ്ടും ആലോചിച്ചു കഴിഞ്ഞാൽ ഭണ്ഡൻ എന്ന് പറയുന്ന നമ്മുടെ ആ വാസനാ ബലങ്ങളിലൂടെ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആസുരിക എല്ലാ ചിന്തകളും നമ്മളെ ഈ കാമേശ്വരനും കാമേശ്വരിയും കൂടി ആ പാശുപതാസ്ത്രം കൊണ്ട് നിശേഷം നശിപ്പിച്ച് നമ്മളെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ എന്നാണ് ഇവിടെ ഋഷിമുനിമാർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നിസ്സംശയം നമുക്ക് മനസ്സിലാക്കാം. 32ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ഇപ്പോ മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധാസുര സൈനിക ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. 33ാമത്തെ ശ്ലോകം. കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവ സംസ്തുത വൈഭവ. 2 നാമങ്ങളാണ് 33ാമത്തെ ശ്ലോകത്തില്. കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യക ഒറ്റ നാമമാണ്, മുറിക്കാൻ പാടില്ല. ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവ സംസ്തുത വൈഭവ. അപ്പോ ഇനി എന്താണ്? എല്ലാം കഴിഞ്ഞു. പുത്രന്മാര് കഴിഞ്ഞു, സഹോദരന്മാര് കഴിഞ്ഞു, സകല അസുരന്മാരും കഴിഞ്ഞു, സൈന്യം മുഴുവൻ കഴിഞ്ഞു. ഇനി ബാക്കി ആരാണുള്ളത്? ഭണ്ഡാസുരൻ മാത്രം. ഭണ്ഡാസുരനെ കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യക. ശൂന്യകം എന്ന് പറയുന്നത് ഭണ്ഡാസുരന്റെ നഗരിയാണ്. ഭണ്ഡാസുരന്റെ നഗരമാണ് ശൂന്യകം. അർത്ഥത്തിൽ അത് ശൂന്യകം തന്നെയാണ്, അല്ലേ? കാമേശ്വരാസ്ത്രം കൊണ്ട് ദേവി അവസാനമായിട്ട് പരമശിവന്റെ തന്റെ പതിയായിട്ടുള്ള കാമേശ്വരാസ്ത്രം, ആ അസ്ത്രം കൊണ്ട് നിർദഗ്ധ വീണ്ടും ചാമ്പലാക്കി കളയുകയാണ്, നിശേഷം ദഹിപ്പിക്കുകയാണ്. നിർദഗ്ധം നിശേഷം ദഹിപ്പിക്കുന്നു. എന്താണ്? സഭണ്ഡാസുര ശൂന്യക. ഭണ്ഡാസുരനോടുകൂടി അവിടെ താമസിച്ചിരുന്ന എല്ലാവരോടും കൂടി ശൂന്യകം എന്നുള്ള ആ നഗരത്തെ നിർദഗ്ധമാക്കുകയാണ്, നിശേഷം ദഹിപ്പിച്ച് കളയാണ്. ഏതാസ്ത്രമായിരുന്നു? കാമേശ്വരാസ്ത്രം. അപ്പോ ഇവിടെ ഈ മഹത്തായ കാമേശ്വരാസ്ത്രം പ്രയോഗിച്ച് ശൂന്യകം എന്നുള്ള ഭണ്ഡാസുരന്റെ നഗരം
ഇല്ലാതായി, ഭണ്ഡാസുരനും ഇല്ലാതായി, ഒന്നുമില്ല, നാമാവശേഷമാക്കി ഭണ്ഡാസുരനെ. അങ്ങനെ ദേവിയുടെ ആ ആവിർഭാവത്തിന്റെ ആ ലക്ഷ്യം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അപ്പൊ നമ്മള് എങ്ങനെയാണ് കണ്ടത്? ദേവിയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം ദേവിയുടെ ഉത്ഭവം കണ്ടു, ദേവിയുടെ രൂപം എന്തൊക്കെയാണെന്ന് കണ്ടു, ദേവിയെ നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിനുശേഷം എങ്ങനെയാണ് ദേവി, എന്താണ് ദേവിയുടെ മണം, എന്താണ് ദേവിയുടെ ഗുണം, എന്താണ് ദേവിയുടെ വർണ്ണം, എന്താണ് ദേവിയുടെ ഐശ്വര്യം, ഇതൊക്കെ കണ്ടു. ദേവിയുടെ പാദാദികേശ രൂപവർണ്ണന കണ്ടു നമ്മള്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദേവി എവിടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടു. ഇനി ദേവി എന്തിനാണ് വന്നതെന്ന് കണ്ടു. അത് ഭണ്ഡാസുരനെ കൊല്ലാനായിരുന്നു. എങ്ങനെയാണ് ഭണ്ഡാസുരനെ വധിച്ചത് എന്നുള്ളത് കുറേ ശ്ലോകങ്ങളിലൂടെ നമ്മൾ വൃത്തിയായിട്ട് കണ്ടു. ഇനി എന്താണ് ഈ ശൂന്യകം എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ശൂന്യകം എന്താണ്? ഇല്ലാത്തത് ഉണ്ടെന്നുള്ള ബോധത്തെയാണ് ശൂന്യകം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെയൊക്കെ ഈ ശരീരം തന്നെയാണ് നാം എന്ന് നമ്മൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ടു, ജഡം ആണ്. ജഡത്തിലെ ആ വിശാലമായ പ്രാണന്റെ ഒരു കണിക വരുമ്പോഴാണ് നമ്മൾക്ക് ജീവൻ വയ്ക്കുന്നത്. അപ്പോ ഈ ജഡശരീരത്തെ എന്തെല്ലാമാണോ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അത് തന്നെയാണ് ശൂന്യകം. നമ്മൾ തന്നെയാണ് ഭണ്ഡാസുരൻ, നമ്മുടെ നഗരമാണ് ഈ ദേഹം, അത് ശൂന്യകമാണ്. എന്തെല്ലാമോ എന്ന് വിചാരിക്കുന്ന ശരീരമാണ് നാം എന്ന ധാരണയാണ് ഈ ശൂന്യകത്തെ കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനെ നശിപ്പിക്കാൻ കാമേശ്വരമായ അസ്ത്രം കൊണ്ട് ആഗ്രഹങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ആ ഭണ്ഡാസുരനെ, അല്ലെങ്കിൽ ഹയർ തോട്ട് എന്നാണ് പറയുക. അപ്പോ എന്താ പറയുക, ആൾട്ടേർഡ് ഹയർ തോട്ട് കൊണ്ട്, ആ കോൺഷ്യസ്നെസ് കൊണ്ട് നമ്മൾ നശിപ്പിച്ച് വീണ്ടും നമ്മൾ സ്വബോധത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ശൂന്യകം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇതിനെ ബ്രഹ്മാണ്ടത്തിൽ നിന്നും പിണ്ഡാണ്ടത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ശ്ലോകത്തിലും ഈ സഹസ്രനാമത്തില് ഇത് നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോ ഇനി എന്താണ് സംഭവിക്കുന്നത്? ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇനി എന്തേ ചെയ്യാനുള്ളൂ ദേവിയെ? ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവ. 33-ാമത്തെ ശ്ലോകത്തിലെ 83-ാമത്തെ നാമം, ഒറ്റ നാമമാണ്. ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവ. ബ്രഹ്മാവ് നമുക്കറിയാം, ബ്രഹ്മാവ് സ്തുതിക്കാമെന്നു. ഉപേന്ദ്രൻ, ഉപേന്ദ്രൻ ആരാണ്? ഉപേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ അനുജൻ. ഇവിടെ ഇന്ദ്രന്റെ അനുജൻ ആരാണ്? ഇവിടെ മഹാവിഷ്ണുവാണ്. എങ്ങനെയാണ് മഹാവിഷ്ണു ഇന്ദ്രന്റെ അനുജനാവണത്? മഹാവിഷ്ണു അതിഥിക്ക് ആദ്യമുണ്ടായ പുത്രനാണ് ആര്? ഇന്ദ്രൻ. അതിനുശേഷം വരുന്ന പുത്രനാണ് വാമനാവതാരമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണു. അതിഥിക്ക് പുത്രനായി ജനിക്കുന്നതാണ്. അപ്പോ ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ വാമനൻ ഇന്ദ്രന്റെ അനുജനാണ്. അതുകൊണ്ട് ഉപേന്ദ്രൻ. ഓർത്തു വെക്കണം ഈ നാമം. അപ്പോ ബ്രഹ്മ ഉപേന്ദ്രൻ, ബ്രഹ്മാവും മഹാവിഷ്ണുവും, വാമനമൂർത്തിയായ ഉപേന്ദ്രനായ മഹാവിഷ്ണു, ബ്രഹ്മാവും ഉപേന്ദ്രനും മഹേന്ദ്രനും, മഹേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ തന്നെ. അപ്പോ ദേവേന്ദ്രനും ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവ, എല്ലാ ദേവന്മാരും ഒരുമിച്ച് ദേവിയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? എല്ലാവിധ ആ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആനന്ദചിത്തരായിട്ട് ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം ഇത് തോന്നായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. അപ്പൊ നമ്മളും ആ ആനന്ദരൂപനെ അല്ലെങ്കിൽ ആനന്ദരൂപിണിയായ ആ ദേവിയെ നമ്മളും ആനന്ദചിത്തരായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ എന്തു പറയുന്നത്? ആ ബ്രഹ്മ ഉപേന്ദ്ര മഹേന്ദ്രാദി ദേവ സംസ്തുത വൈഭവ, എല്ലാവരും കൂടി ദേവിയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ ലളിതാ സ്തവരത്നം എന്നുള്ള മഹത്തായിട്ടുള്ള ദേവിയുടെ ഒരു കീർത്തനമുണ്ട്. ആ കീർത്തനം തന്നെ ദേവിയെ സ്തുതിക്കാൻ, ഇങ്ങനെ ഭണ്ഡാസുരനെ വധിച്ച ദേവിയെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് രചിച്ചതാണെന്നാണ് പറയുന്നത്. ലളിതാ സ്തവരത്നം കൊണ്ട്, ആ രത്നമാലകളെ കൊണ്ട് ദേവിയെ സകലരും സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ സ്തുത്യർഹയാണ് ദേവി. എല്ലാ കാര്യങ്ങളിലും ദേവിയിൽ ഉത്ഭവിച്ച് ദേവിയിൽ അവസാനിക്കുന്നു. അതുകൊണ്ട് ദേവി സ്തുതിക്ക് മാത്രം പാത്രീഭൂതയാണ്. ഇത് നമ്മൾ പലപ്പോഴും കണ്ടു. ദേവിയുടെ പാതാരവിന്ദങ്ങളില് ത്രിമൂർത്തികളെ എപ്പോഴും നമസ്കരിച്ച് കിടക്കാൻ തയ്യാറാണ്. കാരണം അതിൻ്റെ ആ ദേവിയുടെ ചൈതന്യത്തിന്റെ ആ
എല്ലാ പ്രാപ്തിയും തങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ദേവിയുടെ സിംഹാസനത്തിന്റെ കാലുകളും അതുപോലെ ഇരിപ്പിടവുമായിട്ട് ഇങ്ങനെ ത്രിമൂർത്തികൾ ഇരിക്കുകയാണ് നമ്മൾ കണ്ടു, പഞ്ചബ്രഹ്മാസനസ്യ എന്ന് പറഞ്ഞപ്പോ. അപ്പോ നമ്മൾക്കൊക്കെ ഈ ദേവി പ്രാപ്യയാണ്, അതിനുള്ള വഴിയാണ് ഈ ലളിതാ സഹസ്രനാമം എന്നുള്ളത് നിസ്സംശയം പറയാം. അടുത്തത് ഈ ഒരൊറ്റ നാമം നമ്മൾ അടുത്ത ശ്ലോകത്തിൽ പറയും. അതിനുശേഷം പിന്നെ നമ്മൾ തിരിച്ച് അടുത്ത ക്ലാസ്സിലേ പറയുള്ളൂ. കാരണം വീണ്ടും ദേവിയുടെ ഇപ്പൊ നമ്മള് സൂക്ഷ്മ രൂപം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പൊ 34-ാമത്തെ ശ്ലോകത്തില് ഹരനേത്രാഗ്നി സംദഗ്ധ കാമസഞ്ജീവനൌഷധി ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപ മുഖപങ്കജ. അപ്പൊ 85-ാമത്തെ നാമമാണ് ഈ ശ്രീമദ് വാഗ്ഭവകൂടൈക. ഇവിടെ ദേവിയുടെ സ്ഥൂലരൂപം കഴിഞ്ഞ് സൂക്ഷ്മരൂപത്തിലേക്ക് പോവുകയാണ്. അപ്പോ അതിന്റെ മുന്നത്തെ ശ്ലോകമാണ് 84-ാമത്തെ. ഹരനേത്രാഗ്നി സംദഗ്ധ കാമസഞ്ജീവനൌഷധി. അപ്പൊ എവിടുന്നാണ് തുടങ്ങിയത്? ഭണ്ഡാസുരന്റെ ഉൽപ്പത്തി എവിടുന്നായിരുന്നു? പാർവതി പരിണയ സമയത്ത് കാമദേവൻ അസ്ത്രമയച്ച് ഈ പരമശിവനെ തന്റെ യോഗനിദ്രയിൽ നിന്നും ഉണർത്തിയ ദേഷ്യത്തിന് കാമനെ ഭസ്മമാക്കിയതായിരുന്നു. ആ ഭസ്മമാക്കിയിട്ടുള്ള ആ ഭസ്മത്തിനെ ചിത്രകർമാവ് വിചിത്രമായിട്ട് ഇങ്ങനെ ഒരു രൂപമുണ്ടാക്കി ശിവന്റെ മുന്നിൽ വെച്ചപ്പോൾ അദ്ദേഹം സന്തോഷിച്ചപ്പോൾ അത് ഒരു രൂപമായി മാറിയതായിരുന്നു. ആസുരികത മുഴുവനുള്ള കാരണം കാമന്റെ ആഗ്രഹങ്ങളുടെ എല്ലാ മുഴുവൻ ആകത്തുകയായിട്ടുള്ള ആ കാമന്റെ എല്ലാ ആഗ്രഹങ്ങളും ജനിപ്പിക്കാൻ വേണ്ടി സകല ഇന്ദ്രിയങ്ങളും അങ്ങനെ ഒരുമിപ്പിച്ച് കാമേശ്വരനെ യോഗനിദ്രയിൽ നിന്നും എഴുന്നേൽപ്പിക്കാനുള്ള ആ അഭ്യാസമായിരുന്നു അവിടെ. അതുകൊണ്ട് ആ രൂപത്തിനെ ദഹിപ്പിച്ചപ്പോൾ കിട്ടുന്നത് ആസുരികത തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഭണ്ഡാസുരൻ, ആ ചാരത്തിൽ നിന്നാണ് ഭണ്ഡാസുരൻ ഉണ്ടായത്. അപ്പോൾ ഇവിടെ എന്തുണ്ടായി? രതീദേവിക്ക് ഇവിടെ പതിയില്ലാതെയായി. പിന്നെ കാമനില്ലാതെ സൃഷ്ടി നടക്കില്ല. അപ്പോ രതീദേവി മലിനവസ്ത്രയായിട്ട് ഇങ്ങനെ കരഞ്ഞ് ദേവിയുടെ അടുത്തിരിക്കുകയാണ്. അപ്പൊ അമ്മയാണ് ദേവി, സ്ത്രീയാണ് ദേവി. ദേവിക്ക് മനസ്സിലായി സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടുള്ള ഈ രതിയുടെ അവസ്ഥ കണ്ട് എന്താ ചെയ്യുന്നത്? ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമസഞ്ജീവന ഔഷധി. ഇവിടെ ദേവി ഹരന്റെ നേത്രാഗ്നി കൊണ്ട് ദഹിച്ചു പോയിട്ടുള്ള, ഹരൻ എന്ന് പറഞ്ഞാൽ പരമശിവൻ, നേത്രാഗ്നി കൊണ്ട് സന്ദഗ്ധം നല്ലപോലെ ദഹിച്ചു പോയിട്ടുള്ള കാമന് സഞ്ജീവന ഔഷധിയാണ് ആകുകയാണ്. സഞ്ജീവന ഔഷധി എന്ന് പറഞ്ഞാൽ സഞ്ജീവനിയുടെ ഔഷധിയുടെ കാര്യം എന്താണ് ചെയ്യുന്നത്? ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത് സഞ്ജീവനി. അപ്പോ കാമേശ്വരന്റെ മുഖത്ത് ദേവി ഒന്ന് തൻ്റെ കടക്കണ്ണ് കൊണ്ടൊന്ന് നോക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ ഇതിൽ ഇടപെടാൻ പോവുകയാണ് ദേവാ. കാരണം മക്കളും അച്ഛനും തമ്മിൽ വഴക്കുണ്ടായാൽ അച്ഛൻ ശിക്ഷിച്ചു എന്ന് പറയും, അച്ഛൻ ശാസിച്ചു എന്ന് പറയും. അപ്പൊ അതൊരു പരിധിയിൽ കഴിയുമ്പോൾ അമ്മ ഇടപെടും എന്നതുപോലെ മാതൃസ്വരൂപിണിയായ ദേവി ഇവിടെ ഇടപെടുകയാണ്. എന്നിട്ട് ആ കാമന് വീണ്ടും സഞ്ജീവന ഔഷധിയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം എന്നാണ് പറയുന്നത്. കാമനെ പുനരുജ്ജീവിപ്പിക്കുകയാണ്. ഇവിടെ കാമൻ ജനിക്കുന്നത് ഇവിടെ അനങ്കനായിട്ടാണ് എന്നാണ് പറയുന്നത്. കാമന്റെ രൂപമില്ലാതെ കാമൻ മാത്രമായിട്ട് സകല ചരാചരങ്ങളുടെയും മനസ്സില് ആ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സത്കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാമനകൾ ഉളവാക്കുന്ന അനങ്കനായിട്ടുള്ള കാമനായിട്ട് കൊടുക്കുകയാണ്. പിന്നെ അംഗം വരുന്നത് അത് വിഷ്ണുവിന്റെ പുത്രനായിട്ട് പ്രദ്യുമ്നനായി ജനിക്കുമ്പോഴാണ്. അപ്പോ രതിദേവിയും അവിടെ അത് നമ്മൾ ഭാഗവതം പഠിച്ചവർക്കൊക്കെ അറിയാം. അപ്പോ ഇവിടെ ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമസഞ്ജീവന ഔഷധി, അങ്ങനെ സഞ്ജീവന ഔഷധിയാണ് ഈ ആർക്ക്? കാമദേവന് ദേവി ആയി മാറുന്നത്. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം എന്നുള്ളതാണ് ഈ ശ്ലോകം. ഇതോടുകൂടി ദേവിയുടെ ഇവിടുത്തെ ഈ ഭാഗത്തെ ഈ സ്ഥൂല രൂപ വർണ്ണന ആദ്യം മുതൽ ഇതുവരെയുള്ളത്, യുദ്ധവർണ്ണ വരെ, ഇനിയുള്ളത് ദേവിയുടെ സൂക്ഷ്മരൂപമാണ്. ഇനി അതിനും പുറത്തുള്ള ഒരുപാട് രൂപങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം, സമർപ്പിക്കാം ദേവിയുടെ ചരണങ്ങള്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ.